ഇതിൻ്റെ അടിത്തറ കെട്ടിയതും ഭിത്തിയും കോൺക്രീറ്റും നല്ല പണിയായിരുന്നു. എനിക്കത് പറയാം. കാരണം എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണിതിട്ടുണ്ട്. ബാക്കി ഇത് ഹായ് ഗൈസ്, നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഫൈനലി ഞാൻ വീഡിയോ എടുക്കുകയാണ്. സോ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ പോയിരുന്നപ്പോൾ ഞാൻ കരുതി വേണ്ട, ബാക്ക് ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ടെഡി ബിയറുമായിട്ട് ഞാൻ എൻ്റെ സഹോദരൻ്റെ ബെഡ്റൂം കൈയടക്കിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച എങ്ങാനും അബാൻ വരുമായിരിക്കും. അപ്പോൾ എന്നെ അന്തസ്സായിട്ട് ഈ റൂമിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കും. പക്ഷേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ റൂം പോയി വീഡിയോ എടുക്കാം. ഇപ്പോൾ ഇവിടെ സുഖമാണ്, ആരുമില്ലാത്തതുകൊണ്ട് ഫ്രീ സ്പേസ് വിത്ത് മൈ തങ്കു ഐ എം ടേക്കിംഗ് ദിസ് വീഡിയോ. സോ ഞാനിന്ന് തങ്കുവിനെയൊക്കെ പിടിച്ച് വെച്ചത് ഇങ്ങനെ ദേഷ്യം പിടിക്കുമ്പോൾ ഇങ്ങനെ ഞമിടാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയാണ് ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ രേഷ്മ തങ്കച്ചൻ ആളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വ്ളോഗ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ആ വീട് നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിൽ അവർ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫിറോസ്ക പറ്റിച്ച അല്ലെങ്കിൽ ഫിറോസ്ക ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്ന കുറേ മാഞ്ഞാളങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ പബ്ലിക്കായി ഇട്ടതിനോട് 1% പോലും എനിക്ക് താല്പര്യമില്ല. ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തത് തെറ്റാണെങ്കിൽ 100% പുള്ളി അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. തേർഡ് തിങ് എന്ന് പറയുന്നത്, റീപ്ലേസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറയുന്നത് നേരത്തെ നീയല്ലേ പറഞ്ഞ് റീപ്ലേസ് ചെയ്തത്, ഇപ്പം നീ റീപ്ലേസ് ചെയ്യണം എന്നുള്ള അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ല, ഞാൻ കാണാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള അലിഗേഷൻസ് എന്ന് വെച്ചാൽ കാറ്റ് വരുന്ന സമയത്ത് അത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ചോർച്ചയാണ് എന്നല്ലാത്ത വലിയ രീതിയിലുള്ള തെറ്റുകൾ ആ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യണം ഞാൻ പറയുന്നു. എന്നാൽ അത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനൊരു ടോപ്പിക് ആക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങളും ഇനി വേണേൽ 24കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലവേഴ്സുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രീകണ്ഠൻ നായർ ഷോയോ ഫിറോസിനെയോ എല്ലാവരെയും വിളിച്ചു വരുത്തി നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ സോൾവ് ആക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അത് ഇമാതിരി ഷോ ആക്കേണ്ട ആവശ്യമില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം, എന്നിട്ട് പറയാം ആരെ ഭാഗത്താണ് എന്താണ് തെറ്റ്. ഇതിൻ്റെ അടിത്തറ കെട്ടിയതും ഭിത്തിയും കോൺക്രീറ്റും നല്ല പണിയായിരുന്നു. എനിക്കത് പറയാം. കാരണം എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണിതിട്ടുണ്ട്. ബാക്കി ഇത് ഈ തേപ്പ് ഞാൻ ചോദിച്ചിട്ട് അദ്ദേഹത്തിന് ഇത്ര പൈസ മുടക്കി ഇത് ചെയ്യുമ്പോഴത്തേക്കും ആ മണലിട്ട് സാധാരണ ചെയ്യുന്ന പോലെ മണലും അല്ലെങ്കിൽ പാറപ്പൊടി സിമെൻറ്റ് ഇട്ടും തേച്ച് വെച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് ഇത് കാണിക്കാതെ ജനങ്ങളെ അറിയിക്കാനും, കാരണം അതുപോലെ സൈബർ ആക്രമണത്തിൽ രേണുവും പെട്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെയും കൂടെ ആക്ഷേപിച്ചിരിക്കുക, അവിടെ നിന്ന് ഇറക്കി വിടണം. നിങ്ങളെ സൈബർ ആക്രമണത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പം എന്തൊരു മാന്യമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, എന്തൊരു വൃത്തിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളെ സംസാരം കേട്ടാൽ തന്നെ നമ്മളിങ്ങനെ ഇരുന്ന് നോക്കി പോകുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇൻ്റർവ്യൂവിൽ ഇതൊന്നും ആയിരുന്നില്ല, പൊട്ടി കീറുകയായിരുന്നു. അഹങ്കാരം വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ തകർത്ത് മണ്ണും കുപ്പിയും ആയിരുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ ഒരു വർത്തമാനം. അപ്പം അത് ശരിയാണോ? അല്ല. അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരും ഇപ്പോൾ റോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവരെ പറയുന്നത് മതിലെല്ലാം സെറ്റപ്പാണ്, വീടാണ് അലമ്പാക്കി ചെയ്തിട്ടുള്ളത്, പാറ ഇട്ടിട്ടില്ല, മണ്ണിട്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഇടാത്തെ എന്നൊക്കെ ഉള്ളത് നമുക്ക് മെല്ലെ മെല്ലെ ഇരുന്ന് കാണാം. 5 വയസ്സുകാരന്റെ കാര്യം ആര് പറയും? അവര് താമസിക്കണ്ടല്ലേ? കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ? ഈ ഡയലോഗ് രേണുസൂതി ഇവിടെ പറയേണ്ട ആവശ്യം എന്താ? ഋതപ്പനുള്ള വീടല്ലാന്ന് ഞങ്ങൾ പറഞ്ഞോ? ഋതപ്പനെ ഞങ്ങൾ സംരക്ഷിച്ചു, ഞങ്ങൾ ഉണ്ടാക്കിയ കുട്ടിയാണോ ഋതപ്പൻ? നിങ്ങൾ ഉണ്ടാക്കിയ കുട്ടിയല്ലേ? നിങ്ങളെ കുട്ടീനെ നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് എന്താ നോക്കിയാൽ ഫുൾ ടൈം അഭിനയം എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യം എന്താ? ഒരു കുട്ടീനെ ഉണ്ടാക്കിയ കുട്ടീനെ മര്യാദയ്ക്ക് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാണ്ട് അഭിനയം ആട്ടം കൂട്ടം എന്ന് പറഞ്ഞ് പോകുന്നത് നമ്മളെ തെറ്റൊന്നുമില്ല. നമ്മൾ ഈ നാട്ടുകാർ നിങ്ങളുടെ കുട്ടീനെ വന്ന് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കിയോ. ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള റിപ്ലൈ അതിന്. എത്ര അമ്മമാരുണ്ട് കുട്ടികളെയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന സിംഗിൾ ലിവിങ് മോംസ്? എത്ര പേരുണ്ട്? യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇവിടെ നിങ്ങളെ കുറ്റം പറയാനുള്ള കാരണം നിങ്ങൾ ആ വീട്ടിൽ നിന്ന് ആ വീടിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആരൊക്കെയാണ് പറയുന്നത്? നിങ്ങളുടെ അച്ഛൻ.
ആ വീട് എഴുതി കൊടുത്തവർക്കല്ല ആ പരാതി. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കേണ്ട എന്തേലൊക്കെ വായത്താളല്ലേ. ആരെങ്കിലും ഈ യോഗ്യനായിട്ട് കയറി ചെയ്യുന്നുണ്ട് യൂട്യൂബ് കൂടെ രേണുചേച്ചി അങ്ങനെ പറഞ്ഞു, രേണുചേച്ചി ഇങ്ങനെ പോയി, രേണുചേച്ചി അതാണ്, രേണുചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എടാ, ഈ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമോ? നിങ്ങൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞോ? എന്നാ യൂട്യൂബേഴ്സാടാ, നിനക്കുമൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരാണ്, നിനക്കുമൊക്കെ മക്കളും ഒക്കെ ഉണ്ടാകും. അതുപോലെ പ്രായമുള്ള അപ്പനും അമ്മയാണെങ്കിൽ നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ അത് പിന്നെ കരുതിക്കൂ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന കാര്യത്തെ നിങ്ങൾ വേറെ രീതിയിലാണ് വളച്ചൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഒരു 10 ആളുണ്ടെങ്കിൽ, ഒരു 15 ആളുണ്ടെങ്കിൽ, ഓരോരുത്തരും ഓരോ വീഡിയോന് അവരുടേതായ ഒപ്പീനിയൻസ് ആണ് അവരിവിടെ സംസാരിക്കുന്നത്. ഞാൻ എത്രയോ തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നമ്മളെടുത്ത് സംസാരിക്കും. അങ്ങനെ സംസാരിക്കരുത്. നിങ്ങളുടെ രേഷ്മ ടെങ്കച്ചൻ, രേണു ചേച്ചി എന്നൊന്നും പറയുന്നതിനോട് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ വാതിലടച്ചിരുന്നു. വീടിൻ്റെ പുറത്ത് വന്ന് എല്ലാ മാധ്യമപ്രവർത്തകരെ മുഴുവൻ വിളിച്ചു കൂട്ടി വായയിൽ തോന്നുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. അത് ഹാപ്പൻ ചെയ്യാൻ പോകുന്ന കാര്യമേ അല്ല. ഓക്കെ. ആൻഡ് ഞാൻ ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യണം, എന്തൊക്കെ കാണിക്കണം, എന്തൊക്കെ ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ ഫാമിലി ടേക്ക് കെയർ ചെയ്യണമെങ്കിലും എൻ്റെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യണം ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഏകദേശം 20:32 എന്ന് വെച്ചാൽ 8:32. ഞാൻ രാവിലെ പണിക്ക് പോയിട്ട് പണി കഴിഞ്ഞ് വന്നതിന് ശേഷം രാത്രി ഈ 8:32 ഇരുന്ന് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് പോയി ഫ്രഷ് ആവാൻ, എന്നിട്ട് വേണം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ജോലി എങ്ങനെ ചെയ്യണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എൻ്റെ ഫാമിലീനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ 100 to 100% എനിക്ക് നല്ല തിരിച്ചറിവ് ഉണ്ട്. അതുപോലെ ഓരോ യൂട്യൂബേഴ്സിനും തിരിച്ചറിവുണ്ട്. ഈ തിരിച്ചറിവില്ലാണ്ട് വായെ തോന്നിയത് പറയുന്നത് നിങ്ങളുടെ മോളാണ്. അപ്പോൾ അത് അടക്കി നിർത്താൻ ശ്രമിക്കുക. അതിന് ശേഷം യൂട്യൂബേഴ്സിൻ്റെ വായ മിസ്റ്റർ തങ്കച്ചൻ സാറിന് അടക്കി നിർത്താം. അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ തൊട്ട് കാണിക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേർ വല്ല മാന്തി പറിച്ചാണ്. പിള്ളേർ മാന്തി പറിക്കുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് തേപ്പ്. കണ്ടോ, ഇത് നിങ്ങൾ കാണണം, ഇത് നിങ്ങൾ കാണണം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ടോ, ചുമ്മാ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പോവുക, ഇങ്ങനെ പോകും. ഇത് മുഴുവൻ വിട്ടിരിക്കുക. ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. എനിക്ക് വന്ന ആദ്യത്തെ ഡൗട്ട് എന്താ അറിയോ, മാന്തി പൊളിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മാന്തി പൊളിയ എന്നത് ചെയ്യും. പിന്നെ ഒരു പൊളിയാണെങ്കിൽ അത് പൊളിഞ്ഞതുപോലെ കാണുക ചെയ്യുക. ഇതിങ്ങനെ സ്ക്രാച്ച് ഇട്ട് വെച്ചേക്കാണ്. ആരെങ്ങനെ സ്ക്രാച്ച് ഇട്ട് വെക്കുന്നത്? പൊളിയാണെങ്കിൽ എന്തെങ്കിലും ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം, പൊളിഞ്ഞങ്ങ് പോകണം. ഇത് സ്ക്രാച്ച് ഇട്ട് വെട്ടേക്കുക. ആ സ്ക്രാച്ചിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ മാന്തി ചൊറിഞ്ഞു പൊട്ടിക്കേണ്ട ആവശ്യം എന്താ? മാന്തി സാധനം കാണിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾ തന്നെ കിട്ടിയ വീടിനെ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. എന്തായാലും ഫുള്ള് കാണും. ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഇത് പറഞ്ഞ് ഇത് ഉണ്ടാക്കിയ ആളെ എഴുത്താനൊന്നും ഒരു പിന്നെ കാര്യമില്ല. അങ്ങനെ ഈഴത്തുന്ന ഒരാളുമല്ല. ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു വീടല്ലേ എന്ന് ഓർത്ത് ഞങ്ങൾ ഇത് ഇക്കണ്ട കാര്യമെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇത് പറയാനും ഇത് വീഡിയോ എടുത്ത് ഈ ലോകരെ അറിയിക്കാൻ ഈ പൈസ മുടക്കി വരുന്നത് കാണണം. ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ നിന്ന് ഇത് ഉണ്ടാക്കിയ ആൾ കൂടെ ഫിറോസ് എന്ന് പറഞ്ഞ KHDC അയാളെ ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ പിന്നെ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ്. പിള്ളേർക്കൊരു വീട് തന്നെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ കരുതിയൊരു വ്യക്തി. അദ്ദേഹത്തിന് സാറേ നല്ല ഞാൻ അഭിസംബോധന ചെയ്തില്ല, അറിയോ. അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലുള്ള പണി കാണിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളമാണ്, ചോരുന്നില്ല, അത് 200% എനിക്ക് ഉറപ്പുണ്ടെന്ന്. പുള്ളി ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം വന്ന് കണ്ടിട്ട് ഇതൊന്ന് ഇതൊന്ന് ശരിക്കും എടുത്ത് ഇത് കണ്ട് ഇത് മുഴുവൻ ഇതുപോലെ ഇളകിയിരിക്കുക. ഞാൻ അതുകൊണ്ട് ഇനി അത് കാണിക്കുന്നില്ല. അങ്ങനെ ഇവിടെ മുഴുവൻ ഈ ഭാഗം മാത്രം പുള്ളീൻ്റെ പണിയിൽ വന്ന മിസ്റ്റേക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ആധികാരികമായി ഈ കോൺട്രാക്റ്റ് ജോലിനെ പറ്റി പറയാൻ എനിക്കറിയില്ല. അത് ജിപ്സനാണോ സിമെൻ്റാണോ ഇനി അതാണോ ഇതാണോ എന്നൊന്നും എനിക്ക് പറയാനറിയില്ല. പക്ഷേ എൻ്റെത് ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ 10th പഠിക്കുമ്പോൾ ഒരു വെട്ടുകല്ലിൽ വെച്ച്
ഈ സാധാരണ സിമെൻ്റൊക്കെ ഇട്ടിട്ടുള്ള തേപ്പ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീടിന് ചോർച്ചയുണ്ട്. ഈ വീടിൻ്റെ ഈ മുകളിലത്തെ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞൊക്കെ വരുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വീട് ഫുള്ള് ഭയങ്കര അടിപൊളിയാക്കി വെച്ചത്, മീൻസ് എല്ലാ കാര്യങ്ങളും ചെയ്ത് നീറ്റാക്കി വെച്ചതാണ്. പക്ഷേ ചോർച്ച എൻ്റെ ഈ വീട്ടിലും ഉണ്ട്. അപ്പം ഇതങ്ങനെ ലോക്കലായി കെട്ടിയൊരു സാധനമൊന്നുമല്ല, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ വെച്ച് അച്ഛനും അമ്മയും കെട്ടിയൊരു സാധനം. അപ്പം ഇതിന് ചോർച്ച ഉണ്ട്. അതുപോലെ എല്ലാ വീട്ടിലും ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ. പിന്നെ അങ്ങനെ ഒരു ചോർച്ച വരികയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചോർച്ച വന്നു, അച്ഛൻ കോൺട്രാക്ടറെ അല്ലേ വിളിക്കുന്നത്, അച്ഛൻ എന്താ ചെയ്യുന്നത്, മുകളിലോട്ട് ഷീറ്റ് ഇടണം, എന്താ ചെയ്യാൻ പറ്റുക കാര്യങ്ങൾ ചെയ്യാം. അപ്പം അതുപോലെ നമ്മൾ തന്നെയല്ലേ എഫോർട്ട് എടുക്കുക എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ ചുറ്റും നടന്ന് കാണിക്കുന്നുണ്ട്, കാണാം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിടികിട്ടും. ഇത് കണ്ടോ ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്ക് വശം നോക്കാം. ബാക്ക് വശം കംപ്ലീറ്റ് തേപ്പും പോകുന്ന ഇത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അതിവിടെ വന്നു കഴിഞ്ഞാൽ മതിലിൻ്റെ കാര്യം പിന്നെ പറയാം. അതുപോലെ ഇവിടെ ഒരു മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല, അവരുടെ നമ്പരും ഇല്ല ഒന്നും അറിയില്ല. ഈ മതിലിന് പൈസ സ്പോൺസർ ചെയ്തെന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. എല്ലാം സ്പോൺസറിങ് എന്നാണ് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ KHDC ചെയർമാൻ ഈ വീട് പണിയുന്ന അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നത്. ഇവിടെ ഈ മതിൽ നിങ്ങൾ കാണുക, ഈ മതിൽ കെട്ടി താഴെ നിന്ന് ഓഫീസ് കെട്ടി ഇത്രയും പൊക്കത്ത്, ഇത് എത്ര അടി പൊക്കം കാണും? 5-6 അടിയെങ്കിലും കാണുകയല്ലേ. ഈ 6-7 അടി പൊക്കത്തിലുള്ള മതിൽ ഇങ്ങനെയാണ് കെട്ടി വെച്ചത്. മൊത്തം മറിഞ്ഞ് നിൽക്കുക. ഞങ്ങൾക്ക് ഇവിടെ ഒരു ചെടി പോലും വെക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞത് മറിഞ്ഞ് താഴെ പോകും. മറിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ദാനം തന്ന ബിഷപ്പിൻ്റെ പറമ്പിലോട്ട് അത് പോകും. പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല ഇതൊക്കെ പേർക്ക് മാറ്റി വീണ്ടും കെട്ടാനായിട്ട്. അത് മര്യാദയ്ക്ക് ഒരു ചൊവ്വ അത് കെട്ടി വെച്ചിരുന്നത് ഇത് പോകുമോ ഞാൻ കണ്ടോ. എന്നിട്ട് ഇവിടെ വെള്ളം വന്ന് മതിലിൻ്റെ സൈഡിലോട്ട് ഈ പ്രാവശ്യം തന്നെ ഇത് പോകും. അതുകൊണ്ട് ഞാൻ മേലാത്തിരുന്ന് ഞാൻ തൂമ്പ എടുത്ത് വെട്ടി ഇതിലെ ഫൈനലി ഈ ഭാഗമൊക്കെ കണ്ട സമയത്ത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി വന്ന് അപ്പോളജൈസ് ചെയ്യാണ്. കാരണം അതിന് 2 റീസൺ ഉണ്ട്. ഒന്നെങ്കിൽ പുള്ളി ഇതൊരു തെറ്റാണ് എന്ന് 100% അക്സെപ്റ്റ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കും. പുള്ളി ഇതിൽ പറഞ്ഞിരുന്നു, ഞാൻ ഈ വീടിൻ്റെ ഫുൾ കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ വീടിൻ്റെ ഉള്ളത്തെ ഓരോ വർക്കും ഓരോ കാറ്റഗറി ഓഫ് ആൾക്കാരാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ജിപ്സൻ്റെ വർക്ക് ചെയ്ത വേറൊരാളാണ്, സ്റ്റെയർ ചെയ്ത് വേറൊരാളാണ്. അപ്പം അവർ ചെയ്തൊരു സാധനമാണ്. പക്ഷെ അവരെ കുറ്റം പറയുന്നില്ല. വീടിൻ്റെ ചാർജ് എനിക്ക് ആയതുകൊണ്ട് തന്നെ ഞാനാണിത് ചെയ്തിട്ടുള്ളത്, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്കാണ്, ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ റെഡിയാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ പെർട്ടിക്കുലർ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്ന് പറയുന്നത്. ഇപ്പോൾ ഫിറോസിന് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്നാണെങ്കിൽ ഫിറോസ് കറക്റ്റ് ചെയ്ത് കൊടുക്കും. ഫിറോസിന് അതിൽ മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഫിറോസ് മാപ്പ് പറയൂ. ഞാൻ അന്നും ഇന്നും എനിക്ക് ഒരേ അഭിപ്രായമേ പറയാനുള്ളൂ. ഇത് എന്തൊക്കെ വലിയ മിസ്റ്റേക്ക് ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് ഒരു വ്യക്തിയെ നാണം കെടുത്തേണ്ട ഒരാവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്റ്റാൻഡ് ഞാൻ അന്നും ഇന്നും ഇനി അങ്ങോട്ടും ഞാൻ ഒരിക്കലും വിടില്ല. ഞാൻ അത്രത്തോളം ആലോചിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഇനി മതിൽ പൊട്ടുന്നതും കുത്തിപ്പൊട്ടുന്നതും ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് പൊടിഞ്ഞു വീഴുന്നതും ഒക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ദാനമായി കിട്ടിയിട്ടുള്ള ഒരു സാധനത്തിൻ്റെ കണക്ക് പറഞ്ഞിടുന്നത് ശരിയായിട്ട് എനിക്ക് അന്നും ഇന്നും ഇനി അങ്ങോട്ടും തോന്നില്ല. ഇത്രയേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ ബൈ.